രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് രാധയുടെ പ്രണയം 126ാമത്തെ എപ്പിസോഡാണ്. ഈ 126ാമത്തെ എപ്പിസോഡ് വരെ കൊണ്ടുചെന്നെത്തിക്കാൻ എനിക്ക് ആരോഗ്യ സൗഖ്യങ്ങൾ നൽകിയ രാധാറാണി അമ്മയെയും രാധാകൃഷ്ണന്മാരെയും പ്രണമിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പുതിയതായി സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ഇപ്പം 126 തൊട്ട് കാണുക. എന്നിട്ട് അവർ ചെയ്യേണ്ടത് പ്ലേലിസ്റ്റ് എടുത്താൽ മതി. രാധയുടെ പ്രണയം പ്രത്യേകം കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് 1, 2, 3 എന്ന് കാണാം. അതോടൊപ്പം ആരാണ് രാധ, ഇതുവരെ 3 പാർട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ 3 പാർട്ടും ആരാണ് രാധ എന്ന പ്ലേലിസ്റ്റിൽ പ്രത്യേക ഹെഡിങ് കൊടുത്ത് അത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടുന്നതാണ്. എല്ലാ ചൊവ്വാഴ്ചയുമാണ് രാധയുടെ പ്രണയം. എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ് കിട്ടും. നിങ്ങൾ രാധയുടെ പ്രണയവും കാണണം, അഷ്ടപതിയും കാണണം. അഷ്ടപതി ദിവസേന സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ചിട്ട് ചൊല്ലുക. സർവ്വ ഐശ്വര്യങ്ങളും ധനധാന്യ സമ്പത്തും കടങ്ങൾ തീരാനുമൊക്കെ അത്യുജ്വലമാണ്. അർത്ഥമറിഞ്ഞ് ഇത് ചൊല്ലുക. അതേ കണക്ക് മോക്ഷം കിട്ടാൻ ആഗ്രഹിക്കുന്നവർ വെള്ളിയാഴ്ചത്തെ ധർമ്മപദം, ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. അത് യൂട്യൂബിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. നേരിട്ട് വന്ന് പഠിക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് ഞാൻ കൊല്ലത്താണ്, നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ്. ഇവിടെ കാസർഗോഡ് നിന്നൊക്കെ ആളുകൾ വന്ന് പഠിക്കുന്നുണ്ട്. കണ്ണൂർ, അവർക്ക് താമസ സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ജ്യോതിഷപരമായ കാര്യങ്ങൾ, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം, ഇതെല്ലാം ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ജ്യോതിഷപരമായി എന്ത് സംശയമുണ്ടെങ്കിലും എൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. 9645333999 എന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. അതേ കണക്ക് തന്നെ പ്ലേലിസ്റ്റ് എടുത്ത് അഷ്ടാവക്ര ഗീത നിശ്ചയമായും നിങ്ങൾ കണ്ടിരിക്കണേ. അതൊരു അസാമാന്യമായ സംഭവമാണ് അഷ്ടാവക്ര ഗീത. പ്ലേലിസ്റ്റിൽ ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന് കൊടുത്തിട്ടുണ്ട്, അതും നിങ്ങൾ നോക്കണം. അതേ കണക്ക് തന്നെ പ്ലേലിസ്റ്റിൽ ക്ഷേത്ര സന്ദർശനം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട ക്ഷേത്രങ്ങൾ ടെമ്പിൾസ് എന്ന ഹെഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. അതേ കണക്ക് രാധാ സഹസ്രനാമം ഒരു പദം ജപിച്ചാൽ എന്ന വീഡിയോ രാധയുടെ പ്രണയം എന്ന പ്ലേലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. രാധയെ പൂജിച്ചാൽ എന്ന വീഡിയോ കിട്ടും. രാധാ കവചം 2 ഉണ്ട്,
അപ്പൊ ഈ 2 രാധാ കവചങ്ങളും അത് ശ്രദ്ധിക്കേണ്ടതാണ്. രാധാ കവചം 2 ഉണ്ട്. ഇത് 2ഉം ചൊല്ലിയാലേ പ്രയോജനമുള്ളൂ. ഇത് 2ഉം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ പ്രിയങ്കരിയായ കൃഷ്ണപ്രിയ അത് പാടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെ രാധയുടെ പ്രണയത്തിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, കേൾക്കുക. അപ്പൊ നമുക്ക് ഇന്ന് രാധയുടെ പ്രണയം 126ാമത്തെ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാ റാണി കി ജയ്. എന്റെ മാതാവ് രാധാ റാണി കി ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ കി ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ കി ജയ്. എനിക്ക് രോഗങ്ങളൊന്നും വരാതെ എന്നെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കി ജയ്. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ രാധയുടെ പ്രണയം ആരംഭിക്കുകയാണ്. ഇന്ന് നമുക്ക് രാധാകുണ്ഡാണ്. നമ്മൾ അങ്ങനെയാണ് ഇപ്പൊ രാധയുടെ പ്രണയം കൊണ്ടുപോകുന്നത്. ഒരാഴ്ച രാധാകുണ്ഡ്, അടുത്ത ആഴ്ച രാധയുടെ പ്രണയം സീരിയലായിട്ട് നമ്മൾ തുടങ്ങുന്നു. കഴിഞ്ഞ വട്ടം നമ്മുടെ എപ്പിസോഡ് നിർത്തിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഇല്ലേ? കൃഷ്ണൻ ചെല്ലുന്നു, ജരാസന്ധന്റെ അടുത്ത് കൃഷ്ണൻ നേരിട്ട് ചെല്ലുകയാണ്. എന്നിട്ടൊരു വലിയ രഹസ്യം പറയാനാണ്. അർദ്ധരാത്രിക്കാണ് അവിടെ ചെന്ന് കയറുന്നത്. എന്താണ് ആ രഹസ്യം? ആ രഹസ്യം അറിയാനുള്ള ആകാംക്ഷയാണ്. അടുത്ത ചൊവ്വാഴ്ച നമുക്കത് അറിയാൻ പറ്റും. അതുപോലെ രാധേ രാധേ പ്രേക്ഷകരെ, നിങ്ങൾ ഉപനിഷത്തുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്ക് കിട്ടിയിരിക്കുന്ന രത്നഖനികളാണ് ഉപനിഷത്ത്. ഞാൻ ഉപനിഷത്തിന്റെ ക്ലാസ് തുടങ്ങുകയാണ്. ഡേറ്റ് നിങ്ങളെ അറിയിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് അത് കിട്ടിയിരിക്കും. പിന്നെ ഞങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പ് രാധാമാധവം, അതിൽ അംഗമാകാൻ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് 96453339 നിങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ വിശേഷങ്ങളും നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് അപ്പോഴപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ നിങ്ങളെ ഞാൻ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഉപനിഷത്തുകളിൽ ഏറ്റവും പ്രധാനമാണ് മരണത്തെ കീറി മുറിച്ചു പരിശോധിക്കുന്ന കഠോപനിഷത്ത്. മരണത്തെക്കുറിച്ച് ഇന്ന് വരെ ലോകത്ത് കഠോപനിഷത്തിന് തുല്യമായ ഒരു പുസ്തകം ഇറങ്ങിയിട്ടില്ലെന്ന് അറിയുക. ആ കഠോപനിഷത്ത് അറിയുന്നതോടുകൂടി മരണഭയമെല്ലാം നമുക്കില്ലാതാകും. അതൊരു കഥ പോലെയാണത് പറയുന്നത്. കഠോപനിഷത്തിൻ്റെ പുസ്തകം കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, ഓൺലൈനിൽ കിട്ടും. അത് കിട്ടത്തില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ പഠിപ്പിക്കുന്ന ശ്ലോകങ്ങൾ ഇതിനകത്ത് കൊടുത്തേക്കും. അങ്ങനെ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ യാത്രയാകുന്നതിന് മുമ്പ് ഒരു ഉപനിഷത്തെങ്കിലും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പോവുക. അപ്പോൾ വീണ്ടും നമ്മൾ രാധാകുണ്ഡിലേക്ക് വരികയാണ്. അതിനു മുമ്പ് കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായെന്ന വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾ കാണണേ. അപ്പോൾ രാധാകുണ്ഡ് മനസ്സിലാക്കുക. നമ്മുടെ വേദങ്ങൾ പറയുന്നത് സുപ്രീം ഗോഡ് എന്ന് പറയുന്നത്, അതായത് ഏറ്റവും ഉയർന്ന തലത്തിലെ ദൈവം എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ആ ശ്രീകൃഷ്ണന്റെ പ്രതിരൂപമാണ് ഭഗവതി ശ്രീരാധ. ഭഗവതി എന്ന് പറയുന്നത് സത്യത്തിൽ ശ്രീരാധയാണ്. പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. ഭഗവതി എന്ന് പറഞ്ഞാൽ അതാണ് ഇതാണ്, ചിലർ പാർവതിയാണ് എന്നൊക്കെ പറയാറുണ്ട്. സത്യത്തിൽ ഭഗവതി എന്ന് പറയുന്നത് ശ്രീ രാധയാണ് ഭഗവതി. അപ്പം അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ സുപ്രീം ഗോഡ് എന്ന് പറയുന്നത് കൃഷ്ണനും കൃഷ്ണന്റെ പ്രതിരൂപമായ ഭഗവതി ശ്രീരാധയുമാണ്. വേദങ്ങളിൽ കൃഷ്ണനെ ശക്തിമാനെന്നും രാധാറാണിയെ
സർവശക്തിമയി എന്നുമാണ് വിശേഷിപ്പിക്കുന്നത്. ഭഗവാന്റെ അസാമാന്യമായ ശക്തിയുടെ ഉറവിടമെന്ന് പറയുന്നതാണ് രാധാറാണി. അതായത് രാധാറാണി ഇല്ലെങ്കിൽ കൃഷ്ണനില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ഞാൻ ഒരു വീഡിയോയിൽ 2 ദിവസം മുമ്പ് ഇട്ടതേ ഉള്ളൂ. ദൈവം എന്ന് പറയുന്നത് സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ പുറത്താണ് അത് ദൈവമായി മാറുന്നത്. അപ്പോൾ കൃഷ്ണൻ എന്ന് പറയുന്ന ദൈവത്തിൽ നിറഞ്ഞിരിക്കുന്ന സ്നേഹം എന്ന് പറയുന്നതാണ് ആരെന്ന് പറയുന്നത് രാധാറാണി. അപ്പൊ കൃഷ്ണൻ എന്ന ശരീരത്തിൽ ദൈവത്തിൽ കൃഷ്ണനെ ദൈവമാക്കുന്നത് കൃഷ്ണൻ കാണിക്കുന്ന കാരുണ്യമാണ്. ഭക്തവത്സല. ആ ഭക്തവത്സലനാകാൻ പറ്റുന്നത് രാധയുള്ളത് കൊണ്ടാണ്. ആ രാധ എന്ന സ്നേഹം ഇറങ്ങിപ്പോയാൽ പിന്നെ ഒരിക്കലും ഭഗവാന് ഭക്തവത്സലനാകാൻ പറ്റില്ല. അപ്പോൾ ദൈവത്തെ, കൃഷ്ണനെ ദൈവമാക്കുന്ന ഘടകമാണ് രാധ. അതുകൊണ്ടാണ് രാധ കൃഷ്ണന്റെ ഹ്ലാദിനി ശക്തി എന്ന് പറയുന്നത്. ഇത് ആരാണ് രാധ എന്നതിൻ്റെ 2ാം പാർട്ടിൽ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാതെ സന്തോഷിക്കുന്ന ആളെന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാൻ എന്ന് പറഞ്ഞാൽ സ്നേഹസ്വരൂപനാണ്. ദൈവം സ്നേഹമാകുന്നു. ഇപ്പം ഞാൻ എന്ന് പറയുന്നത് പിന്നെ എന്നെ ഒരാൾക്ക് ഇഷ്ടം വരണമെങ്കിൽ ഞാൻ അയാളോട് സ്നേഹം പ്രകടിപ്പിക്കണം. അപ്പം ഞാനും സ്നേഹവും ഒന്നാണോ എന്ന് ചോദിച്ചാൽ ഒന്നാണ്. എന്നാൽ 2 അല്ലേ എന്ന് ചോദിച്ചാൽ 2 ആണ്. എന്നിൽ നിന്ന് സ്നേഹം പൊയ്ക്കഴിഞ്ഞാൽ പിന്നെ എന്നെ ആരാ മൈൻഡ് ചെയ്യുന്നത്? അതുപോലെ കൃഷ്ണനിൽ നിന്ന് സ്നേഹം മാറ്റി നിർത്തിയാൽ പിന്നെ കൃഷ്ണൻ ദൈവമാകില്ല. ആ സ്നേഹമാണ് രാധ. കൃഷ്ണൻ ശരീരവും രാധ സ്നേഹവുമാകുന്നു. അതാണ്. അല്ലാതെ ഒരേ ശരീരം ആത്മാവെന്നൊക്കെ പറഞ്ഞ ആളുകളിട്ട് നമ്മളെ വട്ട് കളിപ്പിക്കും അല്ല. കൃഷ്ണൻ ശരീരവും രാധാറാണി സ്നേഹവുമാകുന്നു. അതുകൊണ്ടാണ് രാധയെ നീ ഇല്ലെങ്കിൽ ഞാനില്ല എന്ന് കൃഷ്ണൻ പറയുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത്. അപ്പം വൃന്ദാവനത്തിലെ ആൾക്കാർക്ക് മാത്രമറിയാവുന്ന ഒരു രഹസ്യമുണ്ട് രാധാകുണ്ടിനെ കുറിച്ച്. അതാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇത് വൃന്ദാവനത്തിലെ പുണ്യം ചെയ്ത ജനങ്ങൾക്ക് മാത്രമറിയാവുന്ന ഒരു രഹസ്യമാണ്. രാധാറാണിയും കൃഷ്ണനും ഭൂമിയിലെ ലീലകളൊക്കെ തീർത്തു. അവർ ലീലകളൊക്കെ തീർത്തിട്ട് കൃഷ്ണനും രാധാറാണിയും എങ്ങോട്ടേക്ക് മടങ്ങിപ്പോകുന്നു? ഗോലോകത്തേക്ക് മടങ്ങിപ്പോകുന്നു. അതോടുകൂടി പതുക്കെ നമ്മുടെ രാധാകുണ്ടിൻ്റെയും ശ്യാമകുണ്ടിൻ്റെയും പ്രസക്തി കുറഞ്ഞു വന്നു. കാലക്രമേണ അതങ്ങ് വിസ്മൃതിയിലായി മാറി. കുറെ കഴിഞ്ഞപ്പോൾ ഇത് എവിടാണെന്ന് പോലും അറിയാൻ പറ്റാത്ത വിധത്തിലായി. ആ സമയത്താണ് ചൈതന്യ മഹാപ്രഭു വൃന്ദാവനത്തിലേക്ക് വരുന്നത്. അദ്ദേഹം ഈ രാധാകുണ്ടും ശ്യാമകുണ്ടും അന്വേഷിച്ച് നടക്കുകയാണ്. എവിടെയും കാണുന്നില്ല. കാരണം അത് കൃഷ്ണൻ പോയതോടുകൂടി അതിനെ പിന്നെ അതിൻ്റെ പ്രസക്തി പതുക്കെ രാധാറാണിയും പോയപ്പോൾ ഇല്ലാതായി. അത് വീണ്ടെടുക്കാനുള്ള വരവാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റേത്. അങ്ങനെ ചൈതന്യ മഹാപ്രഭു വന്ന് വൃന്ദാവനം മുഴുവനും ചുറ്റി നടന്ന് ഒടുവിൽ എന്താണ്, ഒരു പാടത്തിൻ്റെ നടുക്കൊരു ചെളിക്കുണ്ട് കണ്ടെത്തുകയാണ്. വളരെ കുറച്ച് വെള്ളവുമായി. അപ്പോൾ അദ്ദേഹം അവിടെ ധ്യാനത്തിൽ ഇരുന്നപ്പോൾ അദ്ദേഹം തിരിച്ചറിയുകയാണ്, ഇതാണ് രാധാകുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ആ കുണ്ടുണ്ട്, അതാണ് ആരെന്ന് പറയുന്നത് ശ്യാമകുണ്ട്. അദ്ദേഹം അങ്ങനെ കൃഷ്ണനും രാധാറാണിയും ഭൂലോകത്തു നിന്ന് പോയതിന് ശേഷം എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെട്ടു പോയ രാധാകുണ്ടിൻ്റെയും ശ്യാമകുണ്ടിൻ്റെയും സ്ഥാനം നിർണയിക്കാനും പ്രതാപം വീണ്ടെടുക്കാനുമാണ് ചൈതന്യ മഹാപ്രഭു വരികയും വൃന്ദാവനത്തിൽ മുഴുവൻ അലഞ്ഞു നടന്ന് ഒരു പാടത്തിൻ്റെ നടുക്ക് കണ്ടെത്തുകയും ചെയ്തു? ഈ രാധാകുണ്ട് കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ രാധാകുണ്ട് കണ്ടെത്തി എന്ന വാർത്തകൾ വരുന്നു. അപ്പോൾ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കുക. ഈ പിന്നെ രാധാറാണിയുടെ ഭക്തരെ, രാധാറാണിയെ ഉപാസിക്കുന്ന സ്വാമിമാരെ ഗോസ്വാമിമാരെന്നാണ് വിളിക്കുന്നത്. രാധാജിയെ ഉപാസിക്കുന്ന സ്വാമിമാരെ ഗോസ്വാമിമാരെന്നാണ് വിളിക്കുന്നത്. അങ്ങനെ രാധാറാണിയുടെ കഠിനഭക്തനായ ഓരോ രോമകൂപങ്ങളിലും രാധാറാണി മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല അദ്ദേഹത്തിന്, വേറെ ആരും ഇല്ല. ഗോസ്വാമിമാരെ സംബന്ധിച്ചിടത്തോളം
അവര് രാധ ഇഷ്ടപ്പെടുന്നയാള് എന്ന നിലയിലാണ് അവർ കൃഷ്ണനെ സ്നേഹിക്കുന്നത്. അത്രയേ ഉള്ളൂ. രാധാറാണി നാളെ കൃഷ്ണനെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ കൃഷ്ണനെ കളയും. അവർക്ക് കൃഷ്ണനാണോ വലുത് രാധയാണോ വലുതെന്ന് ചോദിച്ചാൽ നമ്മളെപ്പോലെ നമ്മൾക്ക് രണ്ട് വെള്ളത്തിൽ കാലി ചവിട്ടിയിരിക്കുന്നതാണ്. നമ്മളെപ്പോലെ അത് ഒന്ന് തന്നെയാണ്, ഒന്നിൻ്റെ പകുതിയാണ് മറ്റേത്, ടിൻ ഫ്ലെയിം ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭഗവാനെ തന്നെ നാണം കെടുത്തുന്ന എക്സ്പ്ലനേഷൻസ് ഒക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ ഗോസ്വാമിമാർക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ. ആരാണ് വലുത്? രാധാജി. കൃഷ്ണനോ? രാധാജിക്ക് പ്രിയങ്കരനാണ് കൃഷ്ണൻ, അതുകൊണ്ട് ഞങ്ങൾക്കും കൃഷ്ണൻ പ്രിയങ്കരൻ. ഇതാണ് ഗോസ്വാമിമാരെന്ന് പറയുന്നത്. അങ്ങനെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ശ്രീ രഘുനാഥ ദാസ ഗോസ്വാമി പാദ അവിടെ ധ്യാനിക്കാൻ വരികയാണ്. അങ്ങനെ രഘുനാഥ ദാസ ഗോസ്വാമി പാദ അതിൻ്റെ കരയിൽ അവിടെ രാധാകുണ്ടിൻ്റെ അവിടെ ഇങ്ങനെ ധ്യാനിക്കാനായിട്ടിരുന്നപ്പോൾ അപ്പോൾ കാണാം കുതിരക്കുളമ്പടി ശബ്ദം, ഇങ്ങനെ ടക്ക് 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 ടക്കെന്നും പറഞ്ഞ ശബ്ദം. അപ്പോൾ വൃന്ദാവന നിവാസികൾ പരിഭ്രമത്തിലായി. ഇതെന്താണ് കുതിര വരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏതോ ചക്രവർത്തി നമ്മളെ ആക്രമിക്കാൻ വരുന്നു എന്നാണ് അർത്ഥം. അപ്പൊ നോക്കിയപ്പോ കാണാം കുതിരപ്പുറത്തങ്ങനെ ചക്രവർത്തി കുതിരപ്പുറത്ത് ഏറ്റവും മുമ്പില്, അതിൻ്റെ പിന്നിലായിട്ട് ആയിരക്കണക്കിന് പട്ടാളക്കാര്, നൂറുകണക്കിന് ആനകള്, നൂറുകണക്കിന് ഒട്ടകങ്ങൾ വരികയാണ്. വരുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതാണ് സാക്ഷാൽ അക്ബർ ചക്രവർത്തി. സാക്ഷാൽ അക്ബർ ചക്രവർത്തി. അക്ബർ ചക്രവർത്തിയും സംഘവും ഇങ്ങനെ വരികയാണ്. അവരാകെ ക്ഷീണിതരാണ്. അപ്പൊ അവരിങ്ങനെ വന്ന് അക്ബർ ചക്രവർത്തി നോക്കിയപ്പം രഘുനാഥ ദാസ ഗോസ്വാമി പാതയെ കണ്ടു. അക്ബർ ചക്രവർത്തി അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, നോക്കൂ സ്വാമി, ഞങ്ങൾക്ക് എല്ലാവർക്കും ദാഹം കൊണ്ടങ്ങ് സഹിക്കാൻ വയ്യ. അങ്ങ് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഒരു വലിയ തടാകമുണ്ടോ? കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആയിരക്കണക്കിന് പട്ടാളക്കാർക്ക് വെള്ളം കുടിക്കണം, നൂറുകണക്കിന് ആനകൾക്ക്, നൂറുകണക്കിന് ഒട്ടകങ്ങൾക്ക് വെള്ളം കുടിക്കണം. അപ്പോൾ എങ്ങനെ പോയാലും ഒരു 10-30,000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു തടാകം, ഒരു വലിയ തടാകം വേണം. അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ സ്വാമി? ഞങ്ങൾ ആകെ തളർന്നു പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഗോസ്വാമി എന്ത് ചെയ്തു? ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം ധ്യാനത്തിലാണ്. അദ്ദേഹം തൊട്ടടുത്ത കാളിഘട്ടിലെയും ഗൗരിഘട്ടിലെയും രണ്ട് ചെറിയ ജലാശയങ്ങളെ ചൂണ്ടിക്കാണിച്ചു. രണ്ട് ചെറിയ ജലാശയങ്ങളാണ്, ഒന്ന് കാളിഘട്ടിലും മറ്റൊന്ന് ഗൗരിഘട്ടിലും. അപ്പൊ അക്ബർ ചക്രവർത്തി നോക്കിയപ്പോൾ കാണാം ഒരാനയ്ക്ക് പോലും അതിൽ നിന്ന് കുടിക്കാനുള്ള വെള്ളമില്ല. ഒരു ഏകദേശം കഷ്ടിച്ചൊരു 200 ലിറ്റർ വെള്ളം കാണും. 10-30,000 ലിറ്റർ വെള്ളം വേണം ഇതെല്ലാം കൂടെ കുടിച്ചു തീർക്കാൻ. അപ്പൊ അക്ബർ ചക്രവർത്തി പറഞ്ഞു, അല്ല സ്വാമി, അതെങ്ങനെ? ഞങ്ങളുടെ പട്ടാളക്കാർ തന്നെ 1000 പേരുണ്ട്, ആനകൾ 100-ൽ കൂടുതലുണ്ട്, ഒട്ടകങ്ങൾ 100-ൽ കൂടുതലുണ്ട്. ഇത് സ്വാമി, ഇത് ഒരാനയുടെ ദാഹം തീർക്കാനുള്ള വെള്ളമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ രഘുനാഥ ഗോസ്വാമി എന്ത് ചെയ്തു? വീണ്ടും അതിലേക്ക് കൈ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹം ഒന്നും പറയുന്നില്ല, പകരം ഇങ്ങനെ കൈ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പൊ അക്ബർ ചക്രവർത്തി പിന്നെയും സംശയിച്ചു, അല്ല ഇത് ഇത്രയും വെള്ളം, ഞങ്ങളിങ്ങനെ ഇത്രയും പേര്. അദ്ദേഹം വീണ്ടും ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു, ചെല്ലൂ എന്ന് പറഞ്ഞു. അക്ബർ ചക്രവർത്തി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എന്തായാലും ഇദ്ദേഹം ഇങ്ങനെ പറയുന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് അക്ബർ ചക്രവർത്തി സൈന്യത്തിനോട് പറഞ്ഞു, നിങ്ങൾ ചെന്ന് വെള്ളം കുടിക്കാൻ പറഞ്ഞു. അവര് വെള്ളം കുടിക്കാനായിട്ട് പോയി. അപ്പൊ അക്ബർ ചക്രവർത്തി രഘുനാഥ ഗോസ്വാമി പാതയെ, രഘുനാഥ ദാസ ഗോസ്വാമി പാതയെ ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ചുണ്ടുകൾ ഇങ്ങനെ അനങ്ങുകയാണ്. എന്താണെന്നറിയാൻ അക്ബർ ചക്രവർത്തി ചെവി കൂർപ്പിച്ചു. അപ്പോൾ അക്ബർ ചക്രവർത്തി കേൾക്കുകയാണ് രഘുനാഥ ഗോസ്വാമി പറയുന്നത്, രാധേ രാധേ ശ്രീ രാധേ രാധേ, രാധേ രാധേ ശ്രീ രാധേ രാധേ, രാധേ രാധേ ശ്രീ രാധേ രാധേ, രാധേ രാധേ ശ്രീ രാധേ രാധേ. അക്ബർ ചക്രവർത്തി വീണ്ടും ചെവികൾ കൂർപ്പിച്ചു. ഇത് ആരാണ് ഈ രാധ? രാധേ രാധേ. അപ്പോൾ വീണ്ടും കേൾക്കുകയാണ്,
ഓം ശ്രീ രാധേ രാധേ, ഓം ശ്രീ രാധേ രാധേ, ഓം ശ്രീ രാധേ രാധേ, ഓം ശ്രീ രാധേ രാധേ. അക്ബർ ചക്രവർത്തിക്ക് വല്ലാത്തൊരു കൗതുകമാണ് തോന്നിയത്. എന്നിട്ട് അക്ബർ ചക്രവർത്തി ആ ജലാശയത്തിലേക്ക് നോക്കിയപ്പോൾ അക്ബർ ചക്രവർത്തി അമ്പരന്ന് പോയി. ആയിരക്കണക്കിന് പട്ടാളക്കാര് അവര് മുഴുവനും വെള്ളം കുടിച്ച് ദാഹം തീർത്തു. പക്ഷെ അപ്പോഴും ആ ജലം ഒരു തുള്ളി പോലും കുറഞ്ഞിട്ടില്ല, അങ്ങനെ തന്നെ നിൽക്കുന്നു. അക്ബർ ചക്രവർത്തിയുടെ കണ്ണ് തള്ളിപ്പോയി. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്നിട്ട് അദ്ദേഹം നോക്കിയപ്പോൾ 100 കണക്കിന് ആനകൾ വെള്ളം കുടിക്കാൻ ഇറങ്ങി. അവരാ വെള്ളം മുഴുവനും കുടിച്ചു. സാധാരണ ആന വെള്ളം കുടിക്കാൻ ഇറങ്ങിയാൽ ജലം കലങ്ങും, പക്ഷേ ഇതാകട്ടെ കണ്ണാടി പോലെ ശുദ്ധമായി നിൽക്കുന്നു. അതേ 100 കണക്കിന് ആനകൾ വെള്ളം കുടിച്ചു, അപ്പോഴും ആ വെള്ളത്തിലെ ഒരു തുള്ളി പോലും കുറയുന്നില്ല. അക്ബർ ചക്രവർത്തിക്ക് വല്ലാത്ത നെഞ്ചിടിപ്പ് വന്നു. അക്ബർ ചക്രവർത്തി വീണ്ടും നോക്കി. അതേ തൻ്റെ ഒട്ടകങ്ങൾ ഇറങ്ങുകയാണ്. ആ ഒട്ടകങ്ങളെല്ലാം ഇറങ്ങി വെള്ളം കുടിക്കുകയാണ്. അവ 100 കണക്കിന് ഒട്ടകങ്ങൾ വെള്ളം കുടിച്ചു. അക്ബർ ചക്രവർത്തി നോക്കി, ആ ജലം കലങ്ങിയിട്ടില്ല എന്ന് മാത്രവുമല്ല ഒരു തുള്ളി പോലും കുറഞ്ഞിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെയുള്ള മന്ത്രി ഓടി വന്നിട്ട് പറഞ്ഞു, ചക്രവർത്തി തിരുമനസേ, ഇതൊരത്ഭുത ജലാശയമാണ്, ഇതൊരത്ഭുത ജലാശയമാണ് തിരുമനസേ. എന്തൊരു രുചിയാണ് ആ ജലത്തിന്. ആ ജലം ചെന്നതോടുകൂടി ഞങ്ങളുടെ എല്ലാ ക്ഷീണവും പോയി. പക്ഷേ ചക്രവർത്തി തിരുമനസേ, ഒരു തുള്ളി പോലും ജലം അതിൽ എന്ത് ചെയ്യുന്നില്ല, കുറയുന്നില്ല. ഒരു തുള്ളി പോലും കുറയുന്നില്ല. ഇതെന്താണെന്നറിയാൻ വയ്യ. അത്ഭുതമാണ് ചക്രവർത്തി തിരുമനസേ. ആ വെള്ളത്തിന്റെ രുചി അപാരമാണ്. അക്ബർ ചക്രവർത്തി നടന്നു ചെന്നു. തൻ്റെ കൈകളിൽ ആ ജലം കോരി ആ ജലം ഇങ്ങനെ പാനം ചെയ്തു. അക്ബർ ചക്രവർത്തി സ്തംഭിച്ചു നിൽക്കുകയാണ്. ഇത്രയും രുചിയുള്ള ജലം താൻ ഇന്നുവരെ കുടിച്ചിട്ടില്ല. ഇത്രയും തെളിർമയാർന്ന ജലം താൻ ഇന്നുവരെ കുടിച്ചിട്ടില്ല. ഇതെന്തോരു അത്ഭുതമാണ്. അക്ബർ ചക്രവർത്തി കോരി കോരി വെള്ളം കുടിച്ചു. എന്നിട്ടും ഒരു തുള്ളി പോലും കുറവ് വരുന്നില്ല. അക്ബർ ചക്രവർത്തി തിരിച്ചു നടന്നു രഘുനാഥ ദാസ ഗോസ്വാമി പാദരെടുത്തെത്തി. ആ ചെവികൾ കൂർപ്പിച്ചപ്പോൾ അവിടെ രഘുനാഥ ഗോസ്വാമി ഇതൊക്കെ എന്ത് നിസാരം എന്ന മട്ടിലിരുന്ന് തൻ്റെ മന്ത്രം ഉരുവിടുകയാണ്. രാധേ രാധേ, ശ്രീ രാധേ രാധേ, രാധേ രാധേ, ശ്രീ രാധേ രാധേ, രാധേ രാധേ, ശ്രീ രാധേ രാധേ. ഓം ശ്രീ രാധേ 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 രാധേ, ഓം ശ്രീ രാധേ 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 രാധേ, ഓം ശ്രീ രാധേ 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 രാധേ, ഓം ശ്രീ രാധേ 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 രാധേ. അങ്ങനെ മന്ത്രജപത്തില് തന്നെ മറന്നുകൊണ്ട് അങ്ങനെ ലയിച്ച് രാധാനാമത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ അക്ബർ ചക്രവർത്തി വന്നിട്ട് നമ്മുടെ രഘുനാഥദാസ സ്വാമിയുടെ മുന്നിൽ എന്ത് ചെയ്തു? ആ കൈകൾ കൂപ്പി നിന്നു. അദ്ദേഹത്തിന് മനസ്സിലായി ആ രഘുനാഥദാസ ഗോസ്വാമിയുടെ ഭക്തി കാരണം സ്വയം മറന്നിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അക്ബർ ചക്രവർത്തി പറഞ്ഞു, ശ്രേഷ്ഠനായ സന്യാസി വര്യ, അങ്ങേക്ക് പ്രണാമം. ഈ ജലം, ഇതെന്ത് അത്ഭുതമാണ് ഈ ജലമെന്ന് പറയുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അങ്ങ് ഉച്ചരിക്കുന്ന ഈ നാമം രാധ, അതും ആ ജലാശയവുമായി ബന്ധമുണ്ട്. അപ്പോൾ നമ്മുടെ രഘുനാഥദാസ ഗോസ്വാമി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി അതേ എന്ന് പറഞ്ഞു. അപ്പോൾ അക്ബർ ചക്രവർത്തി പറഞ്ഞു, ഒന്നും കൂടെ എനിക്ക് മനസ്സിലായി, രാധ ഒരു ദേവിയാണ്. ആ ദേവിയുടെ ശക്തിയാണ് ആ ജലം
അല്പം പോലും കുറയാതെ കാത്തു നിർത്തിയത്. ഞങ്ങൾ ആയിരക്കണക്കിന് പട്ടാളക്കാരും നൂറുകണക്കിന് ആനകളും കുതിരകളും ഒട്ടകങ്ങളും എല്ലാം ജലം കുടിച്ചിട്ടും അതങ്ങനെ തന്നെ നിന്ന അത്ഭുതം ആ ദേവിയുടേതല്ലേ. രഘുനാഥദാസസ്വാമി തലയാട്ടി. അക്ബർ ചക്രവർത്തി പറഞ്ഞു, വണങ്ങുന്നു, എല്ലാവരെയും വണങ്ങുന്നു, നന്ദി, ഒരുപാട് നന്ദിയുണ്ട്. അപ്പോഴും രഘുനാഥ ഗോസ്വാമി പുഞ്ചിരിച്ചു. കാരണം അദ്ദേഹം മൗനത്തിൽ എന്താണ് ആ നാമം ഇടുകയാണ്. അദ്ദേഹത്തിന് അക്ബർ ചക്രവർത്തി അതൊന്നും ഒരു വിഷയമല്ല. അത്രയും സമയം നമുക്ക് രാധാനാമം ഉച്ചരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന ഇതാണ്. അക്ബർ ചക്രവർത്തി ഒരിക്കൽ കൂടി ആ സന്യാസി വര്യനെ പ്രണമിച്ചിട്ട് തൻ്റെ കുതിരപ്പുറത്ത് കയറി. ആ പടയാളികളുമെല്ലാം ഈ സന്യാസി വര്യനെ മാത്രമല്ല രാധാ കുണ്ടിനെയും അത്ഭുതത്തോടു കൂടിയാണ് അവർ നോക്കിയത്. എന്നിട്ട് അവരവിടെ നിന്ന് വൃന്ദാവനത്തിൽ നിന്ന് അകന്നുപോയി. അക്ബറിന്റെ കുതിര കുളം പൊടി വെച്ച വൃന്ദാവനത്തിൽ നിന്ന് അകലേക്ക് പോയി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മനസ്സിലാക്കുക. പണ്ട് ജാംബാവന്റെ കാലത്ത് നടന്നതാണെങ്കിൽ പറയാം അങ്ങനെയൊക്കെ ഒരാളുണ്ടോ. അക്ബർ ചക്രവർത്തി ജീവിച്ചിരുന്നിട്ടില്ല എന്നാരും പറയത്തില്ലല്ലോ. അക്ബറിന്റെ ഭരണപരിഷ്കാരങ്ങൾ എല്ലാവരും പഠിക്കുന്നതാണല്ലോ, അല്ലെ? അതിനകത്ത് ആർക്കും ഒരു സംശയമില്ലല്ലോ. ആ സാക്ഷാൽ അക്ബർ ചക്രവർത്തി നേരിട്ട് വന്ന് സാക്ഷ്യപ്പെടുത്തിയതാണ് രാധാകുണ്ടിന്റെ മഹിമ. ഇനി ഇതിൽ കൂടുതൽ എന്താ തെളിവ് വരുന്നു? ഇത് കെട്ടുകഥയല്ലല്ലോ, ഇത് പുരാണ കഥയല്ലല്ലോ. ഇത് നമ്മുടെ തന്നെ ഒരാൾ, മതത്തിൽപ്പെട്ട ഒരാൾ വന്ന് വെള്ളം കുടിക്കാൻ വന്നിട്ട് പൊക്കി പറയുന്നതുമല്ലല്ലോ. ഇതൊന്നുമല്ലല്ലോ. ഒരു ഹിന്ദുക്കളുടെ ഒരാൾ വന്നിട്ട് നമ്മുടെ ഇത് വളർത്താൻ വേണ്ടി ചുമ്മാതങ്ങ് അടിച്ചെന്ന് പറയുന്നതുമല്ലല്ലോ. സാക്ഷാൽ അക്ബർ ചക്രവർത്തിയാണ്. എങ്ങനെയാണ് അക്ബർ ചക്രവർത്തിക്ക് പരിധികളില്ലാത്ത ഈ ജലം ലഭിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? കാരണം അത് ജലമല്ല, രാധാജി തന്നെയാണ്. നമ്മുടെ അക്ബർ ചക്രവർത്തിയും അദ്ദേഹത്തിന്റെ സൈന്യം വെള്ളം കുടിക്കാനായിട്ട് ജലത്തിൽ ഇറങ്ങിയ നിമിഷം നമ്മുടെ രഘുനാഥദാസ ഗോസ്വാമി ജപിക്കുകയായിരുന്നു, രാധേ രാധേ ശ്രീ രാധേ 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 ശ്രീ രാധേ രാധേ. അപ്പൊ ഗോലോകത്തിരുന്ന് രാധാറാണി കാതോർത്തു. ഗോലോകത്തിരുന്ന് രാധാറാണി കാതോർത്തു. തൻ്റെ ഭക്തൻ, തൻ്റെ കഠിന ഭക്തൻ തന്നെ വിളിക്കുന്നു. എന്താ കാര്യം? വീണ്ടും രാധാറാണിയുടെ ചെവികളിൽ മുഴങ്ങി രഘുനാഥദാസ ഗോസ്വാമിയുടെ ശബ്ദം, രാധേ രാധേ ശ്രീ രാധേ 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 ശ്രീ രാധേ രാധേ. ഓം ശ്രീ രാധേ 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 രാധേ. ഓം ശ്രീ രാധേ 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 രാധേ. അപ്പ ദേവിക്ക് മനസ്സിലായി. ലളിത സഖിയോടും വിശാഖ സഖിയോടും പറഞ്ഞു, എന്തോ സംഭവിച്ചിരിക്കുന്നു. എൻ്റെ ഭക്തൻ എന്നെ കൊണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് രാധാറാണി തൻ്റെ ജ്ഞാനദൃഷ്ടിയാൽ എന്താണെന്ന് മനസ്സിലാക്കി. ആ നിമിഷം രാധാറാണി തൻ്റെ ശക്തിയിൽ നിന്നൊരു തുള്ളി എന്ന് പറഞ്ഞ കടലിൽ നിന്ന് ഒരു ഡ്രോപ്പ് എടുക്കുന്നത് പോലെ രാധാറാണി തൻ്റെ ശക്തിയിൽ നിന്ന് ഒരു തുള്ളി എടുത്ത് ആ രാധാകുണ്ടിലേക്ക് പ്രവഹിക്കുകയും ആ രാധാകുണ്ടിലെ ജലം അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്തു. വൃന്ദാവന നിവാസികൾക്ക് മാത്രം അറിയാവുന്ന രഹസ്യം. ആ നിമിഷം മുതൽ അക്ബർ ചക്രവർത്തി വന്ന് ജലം കുടിച്ചെന്ന് ആ ആനകളും കുതിരകളും എല്ലാം കുടിച്ചിട്ടും ആ ജലം വറ്റിയില്ല. ആ നിമിഷം മുതൽ വൃന്ദാവനത്തിലെ നിവാസികൾ ഇതിനെ രാധാകുണ്ടെന്ന് പിന്നെ വിളിക്കാറില്ല. അവരതിനെ രാധാറാണി എന്നാണ് വിളിക്കുന്നത്. രാധാകുണ്ടെന്ന് പറഞ്ഞാൽ അവർ പറയും നഹീം ബോലോ ബോലോ രാധാറാണി. അതാണ് അവിടെ നമ്മൾ ചെന്നിട്ട്, ഞാൻ ചെന്നപ്പോൾ അതാണ്, ഒരു വല്യമ്മ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചപ്പോൾ അയാൾ ഒരു കൊച്ചു ചെറുക്കൻ പറയാണ് നഹീം ബോലോ, ഇങ്ങനെ എങ്ങാണ്ടാണ് ഒരു വാക്ക്, ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നില്ല. ആ ചെറുക്കൻ പറഞ്ഞ രണ്ടാമത്തെ വാക്ക് എനിക്കറിയാം, ബോലോ രാധേ രാധേ. അർത്ഥം ഇതാണ്, കൃഷ്ണ കൃഷ്ണ എന്നല്ല, ബോലോ രാധേ രാധേ എന്നാണ് അവിടെ വെച്ച് പറഞ്ഞത്. അപ്പൊ അതാണ് അവര് പറയുന്നത്, ബ്രജവാസികൾക്ക് ഇത് രാധാകുണ്ടല്ല,
രാധാറാണിയാണ്. ഇന്നും കൃഷ്ണനും അങ്ങനെ തന്നെയാണ്. അതായത് ശ്രീല കൃഷ്ണ ദശ കവിരാജനായ ഗോവിന്ദ കവിരാജൻ എഴുതിയ ഗോവിന്ദ ലീലാമൃതം എന്ന പുസ്തകമുണ്ട്. നിങ്ങൾക്കത് വായിച്ചു നോക്കും, കടയിൽ കിട്ടും. ഞാൻ വായിക്കുന്നതാണ്. ശ്രീല കൃഷ്ണ ദശ കവിരാജൻ എഴുതിയ ഗോവിന്ദ ലീലാമൃതം എന്ന ബുക്കിനകത്ത് അദ്ദേഹം പറയുന്നു, എപ്പോഴൊക്കെയാണോ രാധാറാണി ശ്യാമകുണ്ടിലേക്ക് നോക്കുന്നത്, അപ്പോൾ രാധാറാണി അവിടെ കാണുന്നത് ജലമല്ല, ശ്യാമസുന്ദരനായ കൃഷ്ണനെയാണ് കാണുന്നത്. അതുപോലെ എപ്പോഴൊക്കെയാണോ കൃഷ്ണൻ രാധാകുണ്ടിലേക്ക് നോക്കുന്നത്, അപ്പോൾ അവിടെ കൃഷ്ണൻ കാണുന്നത് ജലമല്ല, സാക്ഷാൽ രാധാറാണിയാണ്. അറിയുക, കൃഷ്ണപ്രണയത്താൽ രാധാജിയുടെ ശരീരം ഉരുകി ഉരുകി ജലമായതാണ് രാധാകുണ്ട്. അത് പരമ പവിത്രമാണ്. ആ ജലത്തിൽ തൊട്ടാൽ നിങ്ങൾ തൊടുന്നത് വെള്ളത്തെയല്ല, രാധാജിയാണ്. നിങ്ങൾ വൃന്ദാവനത്തിൽ പോയവർ, എന്റെ ചാനൽ കാണുന്ന ആരെങ്കിലും രാധാകുണ്ടിലെ ജലത്തിൽ ഒന്ന് സ്പർശിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ രാധാജിയെ തൊട്ടു, നിങ്ങൾ പുണ്യം ചെയ്തവർ. രാധേ രാധേ ചാനലിൽ ഈ സീരിയൽ അടുക്കിനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന പുണ്യാത്മാക്കളെ, നിങ്ങൾ രാധാകുണ്ടിലെ ജലത്തിൽ തൊട്ടിട്ടുണ്ടോ? 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 നിങ്ങള് തൊട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളത്തെ അല്ല തൊട്ടത്, രാധാജിയാണ്. രാധാജി ജലമയ ശരീരം രൂപീകരിച്ച് അവിടെ കിടക്കുകയാണ്. നിങ്ങൾ അങ്ങനെ തൊട്ടില്ലെങ്കിൽ ഇനി പോകുന്ന അവസരത്തിൽ അത് ചെയ്യണേ. രാധാജിയെ തൊടാൻ കിട്ടുന്ന അവസരമാണ്. രാധാജിയുടെ ജലമയ ശരീരമാണ് രാധാകുണ്ട്. ജലമയ ശരീരമാണ് രാധാകുണ്ട്. ആ രാധാകുണ്ടിനെ ഞാൻ നമസ്കരിക്കുന്നു. ആ രാധാകുണ്ടിനെ ഞാൻ നമസ്കരിക്കുന്നു. പമ്മേ രാധാറാണി, രാധാകുണ്ടിന്റെ കഥകൾ പറയാൻ ഇനിയും എനിക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ തരണേ. എന്റെ കൂടെ നിങ്ങളെല്ലാം ഒന്നിച്ചു വിളിക്കൂ, ഒന്നിച്ചു വിളിക്കൂ. ബോലോ രാധാകുണ്ട് കീ ജയ്, രാധാകുണ്ട് കീ ജയ്. എന്റെ കൂടെ വിളിച്ചോ, ശ്യാമകുണ്ട് കീ ജയ്, ശ്യാമകുണ്ട് കീ ജയ്, ശ്യാമ സുന്ദർ കീ ജയ്. बोलो राधा कुंड की जय, बोलो बोलो राधा कुंड की जय, राधा रानी की जय, राधा कुंड की राधे राधे ओ राधे 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 ओ राधे राधे. ओम श्रीं ह्रीं क्लीं ऐं रासेश्वरी राधिकाये स्वाहा.